വി സി വുഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി സി. മിഷൻ ഇമ്പോസിബിൾ ഫ്രാഞ്ചൈസിയിലെ 7ാമത്തെ പാർട്ടായ മിഷൻ ഇമ്പോസിബിൾ ദ ഡെത്ത് റെക്കണിംഗ് പാർട്ട് 1 എന്ന സിനിമയുടെ കഥാവിശദീകരണമായിട്ടാണ് എത്തിയിരിക്കുന്നത്. മിഷൻ ഇമ്പോസിബിൾ ഫ്രാഞ്ചൈസിയുടെ ഇതിനു മുമ്പ് 6 പാർട്ടിൻ്റെയും കഥാവിശദീകരണം നമ്മളെ ചാനൽ തന്നെ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ കണ്ടിട്ട് വരിക. സോ മിഷൻ ഇമ്പോസിബിൾ ഫാൻസ്, ടോം ക്രൂസ് ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലേക്ക് പോയാലോ. മിഷൻ ഇമ്പോസിബിൾ ഡെത്ത് റെക്കണിംഗ് പാർട്ട് 1 സിനിമയുടെ ഓപ്പണിംഗ് സീൻ തന്നെ നോക്കുകയാണെങ്കിൽ റഷ്യൻ സബ്മറൈൻ കാണിച്ചാണ് തുടങ്ങുന്നത്. ആൻഡ് ഈ റഷ്യൻ സബ്മറൈൻ ഇപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പുതിയൊരു AI ഡിഫൻസ് സിസ്റ്റത്തിനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഈ ഒരു AI ഡിഫൻസിനെ കൺട്രോൾ ചെയ്യുന്നത് തന്നെ ഇതിൻ്റെ അകത്തേക്ക് കയറാൻ തന്നെ 2 സ്പെഷ്യലായിട്ടുള്ള കീസ് വേണം. ആ 2 കീസും ഒരുമിപ്പിക്കാൻ ഒരു ക്രോസ് പോലെ ആവും. ഈ ഒരു കീ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഡിഫൻസിൻ്റെ അകത്ത് തന്നെ കയറി ഇതിൻ്റെ മെയിൻ ഫ്രെയിമിൽ തന്നെ കയറാൻ കഴിയത്തുള്ളൂ. ആൻഡ് അവിടെയുള്ള വർക്കുകളെല്ലാം കഴിഞ്ഞിട്ട് അവർ പുറത്തേക്ക് വരികയാണ്. ഈ ഒരു ഡിഫൻസ് മെക്കാനിസം കൊണ്ട് ഇവരുടെ ഈ സബ്മറൈൻ പൂർണ്ണമായിട്ട് ഇൻവിസിബിൾ ആക്കി ഈ ലോകം ഫുൾ ചുറ്റി വരാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു ഡിഫൻസ് AI നോക്കിയാൽ വളരെ സക്സസ്ഫുള്ളായിട്ട് ഇതിൻ്റെ പരീക്ഷണം അത് തീരുന്ന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഈ ഒരു സമയത്താണ് ഇവർ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് പോലെ പുതിയൊരു സബ്മറൈൻ ഇവരടുത്ത് വരികയും ഇവരുടെ സ്കാനിങ്ങിൽ അത് തെളിയുകയും ചെയ്യുന്നത്. സോ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എതിരെ വന്ന സബ്മറൈൻ ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവരുടെ മിസൈൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇവർക്കും വേറെ വഴിയില്ലാതെ ഇവരുടെ ഡിഫൻസിന് വേണ്ടി ഇവരും ഇപ്പോൾ ഇവരുടെ സബ്മറൈനുള്ള മിസൈൽസ് ലോഞ്ച് ചെയ്യുകയാണ്. ആൻഡ് ഇപ്പോൾ ആ മിസൈൽ പോയി ഇടിക്കുമെന്ന അവസ്ഥയിൽ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ ആ വന്ന സബ്മറൈൻ അപ്രത്യക്ഷമാവുന്നുണ്ട്. അത് മാത്രമല്ല ഇവരയച്ച മിസൈലിൽ ഒരു മിസൈൽ ഇവർക്കെതിരെ തന്നെ തിരിഞ്ഞ് ഇവരെ സബ്മറൈനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. പെട്ടെന്ന് തന്നെ ആ സബ്മറൈനെ വന്ന് അറ്റാക്ക് ചെയ്യുകയും അതിലുള്ള ആ സബ്മറൈനെ പൂർണ്ണമായിട്ടും കടലിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത്രയും നാൾ ഈ ഒരു സബ്മറൈനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഇതിൻ്റെ അകത്തുള്ള AI തന്നെ ഇപ്പോൾ റോഗായിട്ട് മാറി ഈ സബ്മറൈനെ അറ്റാക്ക് ചെയ്ത് കടലിൻ്റെ അടിയിലേക്ക് ഡീപ്പായിട്ട് മുങ്ങിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. ആൻഡ് അതിലുണ്ടായിരുന്ന ആൾക്കാർ മരിച്ച് ഇപ്പോൾ മഞ്ഞിൻ്റെ അടിയിലായതുകൊണ്ട് തന്നെ ഇവിടെ ഡെഡ് ബോഡീസ് എല്ലാം തന്നെ മഞ്ഞിനും ആ വെള്ളത്തിൻ്റെ ഇടയിൽ പൊങ്ങി നിൽക്കുകയാണ്. ആൻഡ് ഈ ഒരു മെക്കാനിസം, ഈ ഒരു AIയെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, ഇല്ലെങ്കിൽ ഈ ഒരു AIയുടെ മെയിൻ ഫ്രെയിമിൽ കയറാൻ പറ്റുന്ന ആ 2 കീസ് നോക്കുകയാണെങ്കിൽ മരിച്ചുപോയ 2 ക്യാപ്ഷൻ്റെ കഴുത്തിൽ ഒരു ചെയിനായിട്ട് ഒരു ലോക്കറ്റായിട്ട് കിടക്കും പോലെ കാണിച്ചായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക. നമ്മളുടെ ഈതൻ ഹണ്ട് എന്ന കഥാപാത്രത്തിനെ കാണിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഫുഡ് ഡെലിവറി ആയിട്ടൊരു ആൾ വരുന്നുണ്ട്. ആക്ച്വലി ഫുഡ് ഡെലിവറി അല്ല, അദ്ദേഹത്തിൻ്റെ പുതിയൊരു മിഷനാണ് ആ ഒരു ഫുഡ് ഡെലിവറി ബാഗിൻ്റെ അത് കൊണ്ടുവന്നിട്ടുണ്ടാവുക. ആൻഡ് അദ്ദേഹം ആ മിഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബോസായിട്ടുള്ള കിഡ്രിച്ച്, ആ IMFൻ്റെ ബോസായിട്ടുള്ള കിഡ്രിച്ചാണ് ആ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് അത് അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് അദ്ദേഹം എങ്ങനെയാണ് IMFലേക്ക് വന്നതെന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അത് മാത്രമല്ല ഇപ്പോൾ റഷ്യൻസ് 2 കീ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 2 കീ എന്തിനുള്ളതാണെന്നോ അതെന്ത് ചെയ്യുമെന്നോ ഉള്ള കാര്യം ആർക്കും അറിയില്ല. പക്ഷേ ആ കീ എത്രയും പെട്ടെന്ന് നീ എത്തിച്ചുകൊണ്ട് വരണം. അതിൻ്റെ ഒരു പാർട്ട് നിൻ്റെ നേരത്തെ ഫ്രണ്ടായിട്ടുള്ള എൽസ എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ കയ്യിലുണ്ട്. ആൻഡ് ആ കഥാപാത്രത്തിനെ കൊല്ലാനായിട്ട് ഇപ്പോൾ ഒരു അസാസിൻസ് ടീമും അവരെ പിറകെ പോയിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ നമ്മുടെ ഈതൻ ഹണ്ടിന് പാസ് ചെയ്യുന്നുണ്ട്. ഈ മെസ്സേജ് അറിഞ്ഞ ഈതൻ ഹണ്ട് നോക്കുകയാണെങ്കിൽ എൽസയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു മരുഭൂമിയിലേക്ക് പോവുകയും നമ്മളുടെ ഈതൻ ഹണ്ട് അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ആ അസാസിൻസ് അവിടെ എത്തുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മൾ ഈതൻ ഹണ്ട് അവിടെ വന്നു എന്നുള്ള കാര്യം എൽസയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം നമ്മളുടെ ഈതൻ ഹണ്ടും എൽസയും കൂടെ ചേർന്ന് അവിടെ വന്ന അസാസിൻസിനെ ടേക്ക് ഡൗൺ ചെയ്യുകയും ആൻഡ് ആ ഒരു ഫൈറ്റിൽ എൽസ മരിക്കുന്നതായിട്ട് കാണിച്ച് അടുത്ത ഷോട്ടിൽ കാണിക്കുന്നത് ഇൻ്റലിജൻസ് കമ്മിറ്റി ഒരു മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മീറ്റിംഗ് നോക്കുകയാണെങ്കിൽ നമ്മളുടെ അമേരിക്കയുടെ IMFൻ്റെ ഹെഡ്, CIA ഹെഡ്, ആർമിയുടെ ഹെഡ്, അങ്ങനെ എല്ലാ ആൾക്കാരും ഇരുന്നിട്ട് എൻറ്റിറ്റി എന്ന് പറയുന്നത്, അതായത് നേരത്തെയുള്ള AI ഇപ്പം ഇൻ്റർനെറ്റ് വഴി മൊത്തമായിട്ടുള്ള എല്ലാ രാജ്യങ്ങളുടെയും ഇൻ്റലിജൻസ് ഹാക്ക് ചെയ്ത് പല ഇൻഫർമേഷൻസും എടുക്കുന്നു, അത് മാറ്റുന്നു, തിരുത്തുന്നു എന്നുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഒരു വഴി ഇവർക്ക് കിട്ടിയിട്ടുമില്ല. അതിനെപ്പറ്റിയുള്ള മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ എൻറ്റിറ്റി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സെൻറ്റിയൻ, സ്വന്തമായിട്ട് ചിന്തിച്ച് തീരുമാനം എടുക്കാൻ പറ്റുന്നൊരു ആളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ നമ്മളുടെ ചീഫ് ചോദിക്കുന്നത് എന്തുകൊണ്ട് ഇത്രയും പെട്ടെന്ന് ചെയ്തില്ല. സോ എൻറ്റിറ്റി ഇപ്പോഴും ഇത്രയും ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിലും ഫിസിക്കലി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയത്തില്ല. അതിനൊരു ആളിൻ്റെ സഹായം അതിനെന്തായാലും വേണ്ടിയേ പറ്റത്തുള്ളൂ. ആൻഡ് ഇപ്പോഴും നമ്മൾ IMFൻ്റെ ചീഫ് പറയുന്നത് ആക്ച്വലി നമ്മൾ എൻറ്റിറ്റിയെ കൊല്ലേണ്ട ആവശ്യമില്ല. ഈ ഒരു എൻറ്റിറ്റിയെ കൺട്രോൾ എടുക്കാൻ പറ്റിയാൽ അവരായിരിക്കും അടുത്ത രാജ്യം തന്നെ നിയന്ത്രിക്കാൻ പോകുന്നത്, ഈ ലോകം തന്നെ നിയന്ത്രിക്കാൻ പോകുന്നത്. ആൻഡ് അതിനുവേണ്ടി ഞാൻ ഒരു ആൾക്കാരെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഈ 2 കീ ഉണ്ട് എന്നും ഈ 2 കീ കിട്ടുന്നവർ ഈ ഒരു കീക്ക് വേണ്ടി ലോകം തന്നെ ഈ കീക്ക് മുകളിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ കീ ആരാണോ എടുക്കുന്നത് അവർക്ക് എൻറ്റിറ്റിയെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഈ ഒരു സമയത്തായിരിക്കും നമ്മളുടെ ഒരു ഓഫീസർ നമ്മളുടെ റൂമിൻ്റെ അകത്തേക്ക് കയറി വരികയും ആൻഡ് അവിടെ വെച്ച് നമ്മളുടെ ഓഫീസർ നമ്മളുടെ IMFൻ്റെ ചീഫിന് മാത്രം ഒരു ഗ്യാസ് മാസ്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഉടൻ തന്നെ അയാളുടെ തിട്ടുന്നത് നമ്മളുടെ ആ വന്ന ഓഫീസർ നോക്കുകയാണെങ്കിൽ
എന്താ പറയുക ഒരു ക്ലോറോഫോം ബോൾ മേളിലേക്ക് ഇറങ്ങി അത് പൊട്ടിത്തെറിക്കും, ബാക്കിയുള്ളവരും ബോധം കെട്ട് വീഴുകയും ചെയ്യുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇപ്പോൾ വന്ന ഓഫീസർ ആക്ച്വലി നമ്മളുടെ ഈതൻ ഹണ്ടാണ്. യെസ്, ഈതൻ ഹണ്ട് ആ ഫേസ് മാസ്ക് ഉപയോഗിച്ച് വേറൊരാളായിട്ട് വന്നിട്ടുണ്ടാകും. ആൻഡ് ഇവിടെ വെച്ച് നമ്മളുടെ ഈതൻ ഹണ്ടയിൽ ഒരു കീ കിട്ടിയിട്ടുണ്ടാവും. യെസ്, നേരത്തെ നമ്മളുടെ എൽസ മരിച്ചതായിട്ട് കാണിച്ചിട്ടുണ്ടാവും. ആക്ച്വലി എൽസ മരിച്ചിട്ടുണ്ടാവില്ല, എൽസ മരിച്ചതായിട്ട് മറ്റുള്ളവരെ വിശ്വസിപ്പിച്ചിട്ടുണ്ടാവും. ആൻഡ് എൽസയുടെ എന്ന കീ എടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മളുടെ ഈതൻ ഹണ്ട് നമ്മുടെ IMFൻ്റെ ചീഫിൻ്റെ പറയും ഈ ഒരു കീ ഇതിൻ്റെ മറ്റു ഭാഗം ഞാൻ കണ്ടുപിടിച്ചതിന് ശേഷം എന്താണോ ഇത് തുറക്കാൻ പോകുന്നത് അത് തീർച്ചയായിട്ടും നശിപ്പിക്കുമെന്ന് പറയും. എൻ്റെ ആ സമയത്ത് നമ്മുടെ ചീഫ് പറയും ഈതൻ ഹണ്ട് നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ലോകം തന്നെ ഈ ഒരു എൻറ്റിറ്റിയുടെ കയ്യിലെടുക്കാണ് വന്നിരിക്കുന്നത്, നീ ഇതിനെതിരെ പോയാൽ ഈ ലോകം ഫുൾ നിനക്ക് ആഫ്റ്റർ നിൻ്റെ പിറകെ തന്നെ വരുമെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇവിടെ നമ്മളുടെ ഈതൻ ഹണ്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു എൻറ്റിറ്റി എന്ന് പറയുന്ന AI പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ വേണ്ടി പോവുകയും ബാക്കി എല്ലാവരും ഈ ഒരു എൻറ്റിറ്റി അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്താ പറയുക തൻ്റെ കൺട്രോളിലേക്ക് എടുക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഈ ഒരു സമയത്ത് നമ്മളുടെ IMFൻ്റെ ബോസിനെ അവിടെ ഉറക്കിയിട്ടിട്ട് നമ്മളുടെ ഈതൻ ഹണ്ട് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാസ്ക് ഉണ്ടാക്കി അവിടെ നിന്ന് രക്ഷപ്പെടുമ്പോൾ കാണിച്ചിട്ടുണ്ടാവും. എന്ന കഥാപാത്രം നമ്മളുടെ സർക്കാരിന് ഗവൺമെൻറ്റിനെ തിരിഞ്ഞുകൊണ്ട് തന്നെ ഈതൻ ഹണ്ടിനെ പിടിക്കാൻ വേണ്ടി ഒരു ഫോഴ്സ് അവിടെ രൂപീകരിക്കും. അതേസമയത്ത് നമ്മൾ ഈതൻ ഹണ്ട് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള ലൂതർ അതുപോലെ തന്നെ നമ്മളെ ബെഞ്ചി എന്ന കഥാപാത്രത്തെ മീറ്റ് ചെയ്യുകയും നമ്മളുടെ ഈ ഒരു എൻറ്റിറ്റിയെക്കുറിച്ചുള്ള കാര്യം, എൻറ്റിറ്റി ഈ ഒരു കീക്ക് വേണ്ടിയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ആൻഡ് ഇവരെല്ലാം കൂടെ ചേർന്നൊരു ടീമായിട്ട് ഈ ഒരു കീക്ക് വേറൊരു കീ ഒരു ബയ്യർ ഒരു എയർപോർട്ടിൽ കൊണ്ടുവരും, അവിടെ നിന്ന് എടുക്കണമെന്ന് പറയും. പക്ഷേ ആക്ച്വലി ആ കീ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, ഇവർക്ക് ആർക്കും തന്നെ ഈ കീ എന്താണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ആർക്കും അറിയത്തില്ല. അതറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ബയ്യറിൻ്റെ കൂടെ പോയാലേ പറ്റത്തുള്ളൂ. സോ ഈ ബയ്യറിന് തന്നെ ഈ കീയും കൊടുത്തിട്ട്, അതായത് ഈതൻ ഹണ്ടിൻ്റെ കയ്യിലുള്ള കീയും കൂടെ ബയ്യറിൻ്റെ കൊടുത്തിട്ട് ബയ്യർ എവിടെയാണോ പോകുന്നത് അവിടെ ഫോളോ ചെയ്ത് പോകാം എന്നൊരു പ്ലാൻ ഇവർ ക്രിയേറ്റ് ചെയ്യും. ആൻഡ് അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്ന് എയർപോർട്ടിൽ പോകും. ആൻഡ് ഇതേ സമയത്ത് തന്നെയാണ് നമ്മളുടെ ഈതൻ ഹണ്ടിനെ തിരക്കി ഈതൻ ഹണ്ടിനെ പിടിക്കാൻ വേണ്ടി ഒരു ടീം അവിടെ വരുന്നത്. ആൻഡ് ഈതൻ ഹണ്ടിനെ പിടിക്കാൻ വേണ്ടി അവർ ആ ഫേസ് ഐഡൻറ്റിഫിക്കേഷൻ ആക്കാൻ നേരത്ത് നമ്മുടെ ഈതൻ ഹണ്ടിൻ്റെ ടീം ഒക്കെ ആണെങ്കിൽ അവിടെയുള്ള ആൾക്കാരെ ഫേസൊക്കെ കൂടെ ഈതൻ ഹണ്ടിൻ്റെ ഫേസുമായിട്ട് എന്താ പറയുക ഹാക്ക് ചെയ്ത് മാറ്റിയിട്ടുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ഈതൻ ഹണ്ടിന് ക്ലിയർ ആയിട്ട് ആ വരുന്ന ബയ്യറിനെ ഫോളോ ചെയ്യാൻ പറ്റും. അങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ ഈതൻ ഹണ്ട് ആ ഒരു ബയ്യറിനെ ഫോളോ ചെയ്യുമ്പോൾ ആ ബയ്യറിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു കീ വേറൊരു പെണ്ണ് അടിച്ചുകൊണ്ട് പോകും. ആൻഡ് ആ കഥാപാത്രം ഗ്രേസ് എന്ന കഥാപാത്രമാണ്. ആൻഡ് ഈ കഥാപാത്രം ആക്ച്വലി ചെറിയ തീഫ് ഒരു കള്ളി ഒരു കഥാപാത്രമാണ്. ആൻഡ് ഈ ഒരു കഥാപാത്രം നോക്കിയാണെങ്കിൽ ആ കീ അടിച്ച് മാറ്റിയിട്ടുണ്ടാവും. ആൻഡ് ഇപ്പോൾ നമ്മൾ ഈതൻ ഹണ്ട് പറയും നീ എനിക്ക് വേണ്ടി വർക്ക് ചെയ്താൽ ഞാൻ പൈസ തരാമെന്ന് പറയുന്നുണ്ട്. ഈ ഒരു കീ അയാളുടെ പോക്കറ്റിനെ വെച്ചിട്ട് നീ പോയാൽ മതി, വേറെ ഒന്നും പറയണമെന്ന് പറയും. സോ ഈ കീ തിരിച്ചു വയ്ക്കാൻ പോകുന്ന നേരത്താണ് ആക്ച്വലി ആ ബയ്യർ മരിച്ചിട്ടുണ്ടാവും, ആ ബയ്യറിനെ കൊന്നിട്ടുണ്ടാവും. ആൻഡ് ഈ ഒരു സമയത്ത് നമ്മൾ ഈതൻ ഹണ്ട് അദ്ദേഹത്തിൻ്റെ ഗ്ലാസ് റിഫ്ലക്ഷനിൽ ഒരാളെ കണ്ടിട്ടുണ്ടാവും. തിരിഞ്ഞു നോക്കുമ്പോൾ കാണില്ല, അയാളെ കാണുമ്പോൾ തന്നെ ഇത് അബോട്ട് ചെയ്യാനും പറയും. ആ സമയത്ത് തന്നെ ആ ഒരു എയർപോർട്ടിൻ്റെ അകത്ത് ഒരു ബോംബ് വെച്ചിട്ടുണ്ടാവും. യെസ്, ഒരു ആറ്റോമിക് ബോംബ് വെച്ചിട്ടുണ്ടാവും. ഈ സമയത്ത് ബെഞ്ച് നോക്കുകയാണെങ്കിൽ ഈതൻ ഹണ്ടിന് അറിയാതെ തന്നെ ആ ബോംബ് ഡിഫ്യൂസ് ചെയ്യാൻ പോയിട്ടുണ്ടാവും. ആൻഡ് ഈ ബോംബ് വെച്ചിട്ടുള്ളത് എൻറ്റിറ്റി തന്നെ ആയിരിക്കും. ഇതിൻ്റെ അകത്ത് കുറേ AI ക്വസ്റ്റ്യൻസ് കാര്യങ്ങളുണ്ടാവും. ആൻഡ് ഇവിടെ നമ്മളുടെ ബെഞ്ച് നോക്കുകയാണെങ്കിൽ ഇത് ഡിസാം ചെയ്യാൻ നേരത്ത് നമ്മളുടെ ഈ ഒരു ഗ്രേസ് എന്ന കഥാപാത്രം നമ്മുടെ ഈതൻ ഹണ്ടിൻ്റെ കയ്യിലുള്ള ആ ഒരു ഒറിജിനൽ കീ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും, അതും അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ടാവും. ആൻഡ് ഇവിടെ നമ്മളുടെ ബെഞ്ചി ആ ഒരു ബോംബ് ഡിഫ്യൂസ് ചെയ്യുമ്പോൾ ആക്ച്വലി അതിനകത്ത് ബോംബ് ഇല്ലായിരുന്നു, അത് ജസ്റ്റ് ഇവരെ പേടിപ്പിക്കാൻ വേണ്ടി കാണിച്ചൊരു കാര്യമായിരിക്കും. ആൻഡ് ഇപ്പോൾ നമ്മളെ ടീം നോക്കുകയാണെങ്കിൽ ഒരിടത്ത് ഒരുമിച്ച് വന്നിട്ടുണ്ടാവും. എന്ന കഥാപാത്രം ഈതൻ ഹണ്ടിൻ്റെ കയ്യിലുള്ള കീ എടുത്തുകൊണ്ട് വെന്നീസിൽ പോയിട്ടുണ്ടാവും. സോ വെന്നീസിൽ ഇറങ്ങുമ്പോൾ തന്നെ ആക്ച്വലി ഗ്രേസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. കാരണം നമ്മൾ ഈതൻ ഹണ്ട് തന്നെ പോലീസിന് ഇൻഫോം ചെയ്തിട്ടുണ്ടാവും ഒരു പെൺകുട്ടി ഒരുപാട് കാര്യങ്ങൾ പാസ്പോർട്ട് നിങ്ങളുടെ രാജ്യത്ത് വരുന്നുണ്ട്, ഒരു ക്രിമിനലാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. സോ ഇപ്പോൾ നമ്മളുടെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഇതേ സമയത്ത് നോക്കുകയാണെങ്കിൽ ഇവരെ കാണാൻ വേണ്ടിയിട്ട് ഇവരുടെ വക്കീൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരെ വിളിച്ചുകൊണ്ട് വേറൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ കാണിച്ചിട്ടുണ്ടാവും. ഈ സമയത്ത് നോക്കുകയാണെങ്കിൽ ഒരാൾ നേരത്തെ നമ്മളുടെ ഈതൻ ഹണ്ട് എയർപോർട്ടിൽ കണ്ട ഒരാൾ ഇവിടെ വരുന്നുണ്ട്. അയാൾ ഇൻ്റർപോൾ എന്നാണ് പറയുന്നത്, പക്ഷേ ഇൻ്റർപോൾ അല്ല. പുള്ളിയൊക്കെയാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആ പോലീസുകാരൻ്റെ ജീവചരിത്രം മൊത്തം പറയുകയും ആൻഡ് ആ ഓഫീസിനെ പേടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് അവിടെ വെച്ച് ആക്ച്വലി ആ കീ കിട്ടത്തില്ല, ആ കീ ആക്ച്വലി ഗ്രേസ് വേറൊരു ഒളിപ്പിച്ചിട്ടുണ്ടാവും. സോ ഇപ്പോൾ വക്കീൽ എന്ന് പറഞ്ഞ് വന്നിട്ടുള്ളത് വേറെ ആരുമല്ല, നമ്മളുടെ ഈതൻ ഹണ്ട് തന്നെയാണ് വക്കീലായിട്ട് വന്നിട്ടുണ്ടാവുക. ആൻഡ് ആ പെണ്ണിൻ്റെ പ്ലാനും പറഞ്ഞിട്ടുണ്ടാവും. ആ പ്ലാൻ ആക്ച്വലി ആ കീ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടാവില്ല, അയാൾ ഫ്ലൈറ്റിൽ വെച്ച് ഗ്രേസ് വേറൊരാളെ കണ്ടിട്ടുണ്ടാവും. അവരറിയാതെ തന്നെ ഈ കീ അവരുടെ പോക്കറ്റ് ഇട്ടിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. സോ അതിനുശേഷം പിന്നെ പോയി കളക്ട് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടാവും. സോ ഇപ്പോൾ നമ്മളുടെ ഈതൻ ഹണ്ട് നമ്മളെ ഗ്രേസ് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പോകും. കാരണം ഈതൻ ഹണ്ടിനെ തിരക്കി ആ പോലീസ് ഇവിടെ വന്നിട്ടുണ്ടാവും. നേരത്തെ ഈതൻ ഹണ്ടിനെ ഹണ്ട് ചെയ്തുകൊണ്ടിരുന്നവർ ഇവിടെ വന്നിട്ടുണ്ടാവും. സോ ഇവരെല്ലാം കൂടെ ഇപ്പോൾ എന്താ പറയുക ഒരുമിച്ച് ഗ്രേസും ഈതൻ ഹണ്ടും ഒരുമിച്ച് പോയിട്ട് ഗ്രേസ് ഇയാളത്ത് എൻ്റെ അടുത്ത് ഇയാൾ മര്യാദ ഇല്ലാതെ പെരുമാറിയെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഈതൻ ഹണ്ടിനോട് ട്രാപ്പ് ചെയ്തിട്ട് അവിടെ പോലീസ് വണ്ടി എടുത്തിട്ട് പോയിട്ടുണ്ടാവും. ഒരു അടിപൊളി ചേസ് സീക്വൻസ് കാണും.
ഇതേ സമയത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ഒരാൾ, അതായത് നമ്മൾ ഈതൻ ഹണ്ട് കണ്ടിട്ട് ടക്കനെ മാഞ്ഞു പോയ ആളുടെ മെർസനൈസറായ പാരിസ് എന്ന് പറഞ്ഞൊരു കഥാപാത്രം വരും. ആൻഡ് ഇവിടെ ഒരു ഭയങ്കര ഫൈറ്റ് കിടക്കും. വലിയ കാർ ചെറിയ കാർ എന്ന് പറഞ്ഞാൽ വലിയൊരു ഫൈറ്റ് കിടക്കും. ആൻഡ് ഈ ഒരു ഫൈറ്റിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ കൈ ലോക്കായി പോകും. അതായത് ഈതൻ ഹണ്ടിൻ്റെയും ഗ്രേസ് എന്ന കഥാപാത്രത്തിൻ്റെ കൈ ലോക്കായി പോകും. ആ കൈ ലോക്കാക്കി വെച്ച് തന്നെ ഒരു കാർ ഓടിച്ചിട്ടുണ്ടാവും. ആൻഡ് ഒരു ഘട്ടത്തിൽ ഇവർ നോക്കുന്ന റെയിൽവേ ട്രാക്കിൽ വരികയും ഗ്രേസ് അവരുടെ കയ്യിലുള്ള ലോക്ക്, ആ ഒരു ലോക്ക് അഴിച്ച് നമ്മുടെ ഈതൻ ഹണ്ടിൻ്റെ കാലിൽ തന്നെ ട്രാപ്പ് ചെയ്തിട്ടുണ്ടാവും. ട്രെയിൻ വന്നാൽ ജസ്റ്റ് മിസ്സിൽ നമ്മൾ ഈതൻ ഹണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ടാവും. ആ രക്ഷപ്പെടുന്ന സമയത്ത് നമ്മുടെ ബെഞ്ചിയും ലൂതറും അതുപോലെ ലീസയും നോക്കുകയാണെങ്കിൽ ഇവിടെ വന്ന് നമ്മുടെ ഈതൻ ഹണ്ട് രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവും. ഹണ്ടിനും എൽസയ്ക്കും ലൂതറിനും അതുപോലെ തന്നെ ബെഞ്ചിക്കിടയിൽ ഒരു കോൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കും. ആൻഡ് ഈ ഒരു കോൺവെർസേഷൻ നമ്മൾ ലൂതറും ബെഞ്ചിയും പറയും ഞങ്ങളുടെ ആ എയർപോർട്ടിലുണ്ടായിരുന്ന എല്ലാവരുടെ ഫേഷ്യൽ ഫീച്ചേഴ്സും വെച്ച് അവരുടെ ഐഡൻറ്റിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ അതിൽ ഒരാളുടെ ഇത് മാത്രം കിട്ടിയില്ല. അത് മാത്രമല്ല, അയാൾ റിയൽ ടൈമിൽ തന്നെ ഈ ഒരു CCTV നിന്ന് മായമായിട്ട് അപ്രത്യക്ഷമായിട്ട് പോയെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു റിഫ്ലക്ഷനിൽ മാത്രം അയാളുടെ മുഖം കിട്ടിയിട്ടുണ്ട്. അയാളെ നീയും കണ്ടില്ലേ എന്ന് നമ്മളുടെ ലൂതർ ഈതനിട്ട് ചോദിക്കുന്നുണ്ട്. സോ ഈതൻ ആക്ച്വലി ഇയാളെ മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഈതൻ IMF ജോയിൻ ചെയ്യാൻ വേണ്ടി മെയിൻ കാരണം ഈ ഗബ്രിയേൽ എന്നൊരു കഥാപാത്രമായിരിക്കും. സോ ഇപ്പോൾ നമ്മളുടെ എൽസയും പറയും യെസ്, നമ്മളുടെ ഈ എൻറ്റിറ്റി നോക്കുകയാണെങ്കിൽ ഗബ്രിയേലിനെ തൻ്റെ ഒരു ഏജൻ്റായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇതെൻ്റെ IMFലുള്ള എൻ്റെ M16 സുഹൃത്ത് വഴി അറിഞ്ഞ കാര്യമാണെന്ന് പറയുന്നുണ്ട്. അയാളുടെ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ എല്ലാം തന്നെ ഇപ്പം എൻറ്റിറ്റി വാനിഷ് ചെയ്തിരിക്കുകയാണ്. അയാളൊരു ഗോസ്റ്റിനെ പോലെയാണെന്ന് പറയുന്നുണ്ട്. സോ ഇപ്പം നമ്മളുടെ ഈതൻ പറയുന്നുണ്ട് നിനക്ക് ആക്ച്വലി മെസ്സേജ് എന്നത് M16 ആൾക്കാരെ അറിയാം. കാരണം ഇത് വന്നിട്ടുള്ളത് ഇൻ്റർനെറ്റ് വഴിയുള്ള കോളാണ് വന്നിട്ടുള്ളത്. സോ എൻറ്റിറ്റി തന്നെ ആയിരിക്കാം മേ ബി ഈ ഒരു മെസ്സേജ് നമ്മളുടെ എൽസൈ കൊടുത്തിട്ടുണ്ടാവുക. സോ നമ്മളുടെ ഈതൻ പറയും നമ്മളെല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് പോകണം. കാരണം ഈ എൻറ്റിറ്റി എന്നെ ഇവിടെ ചൂസ് ചെയ്തിട്ടുണ്ട്. സോ അഫ്കോഴ്സ് അത് നിങ്ങളെല്ലാം ബാധിക്കാൻ വേണ്ടിയാണ് എന്ന് പറയും. സോ അപ്പോൾ നമ്മളുടെ ബെഞ്ചിയും ലൂതറും പറയും എൻറ്റിറ്റി നിന്നെ തോപ്പിക്കാണ് വരുന്നതെങ്കിൽ ഇതിൽ ഈതൻ ഹണ്ട് മാത്രമേ എൻറ്റിറ്റിയെ കൊല്ലണം, എൻറ്റിറ്റി നശിപ്പിക്കണമെന്ന് പറഞ്ഞൊരു മോട്ടീവായിട്ട് പോകുന്നുള്ളൂ. വേറെ എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾക്ക് എൻറ്റിറ്റി എടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. സോ ഇവിടെ നമ്മളുടെ എൻറ്റിറ്റി ഗബ്രിയേലിനൊരു കഥാപാത്രത്തെ കൊണ്ടുവന്നത് തന്നെ നമ്മളുടെ ഈതൻ ഹണ്ടിന് പേഴ്സണലായിട്ട് എഫക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. മാനസികമായി തകർക്കാവുന്ന ഒരു ഇതുകൊണ്ടാണ്. സോ ഈ സമയത്താണ് നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടതെന്ന് പറയുന്നു. ഈ ഒരു സമയത്തായിരിക്കും നമ്മളുടെ ഈതൻ ഹണ്ട് നേരത്തെ നമ്മളുടെ ഗ്രേസുമായിട്ട് ലൈബ്രറിക്ക് അത് സംസാരിച്ചിട്ടുണ്ടാകും. ഈ ഒരു കോൺവെർസേഷനിൽ ഒരു പാർട്ടി നടക്കാൻ പോകുന്നു, ഈ പാർട്ടിയിൽ ആ ഒരു കീ വാങ്ങിക്കാനുള്ള ബയർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടാകും. ആൻഡ് ഈ ഒരു ഓർമ്മയിൽ നമ്മളുടെ ഈതൻ ഹണ്ടും അതുപോലെ തന്നെ നമ്മുടെ എൽസയും കൂടെ ആ പാർട്ടി നടക്കുന്നത് പോകുന്നുണ്ട്. ആൻഡ് ഇവിടെ നമ്മളുടെ ഗ്രേസും വരുന്നുണ്ട്. ഇവിടെ നമ്മളുടെ ഗബ്രിയേലിനെ കാണാൻ കഴിയും. നമ്മുടെ ഗബ്രിയേൽ ആദ്യം പോയി നമ്മളുടെ ഗ്രേസിനെ സംസാരിക്കുന്നുണ്ട്. ആൻഡ് ഗ്രേസിൻ്റെ ഹിസ്റ്ററി ഫുള്ളും പറയുന്നുണ്ട്. നീ ഇവിടെ എന്തിനു വേണ്ടി വന്നുവെന്നും ആരെ കാണാൻ പോകുന്നു എനിക്കറിയാം, പക്ഷേ നീ ഈതൻ ഹണ്ടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ദൂരത്ത് നിന്ന് ഇരിക്കുക, അവനോട് അടുക്കുന്ന എല്ലാവരും മരിച്ചു പോകുന്നു നമ്മളുടെ ഗ്രേസിനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു സമയത്താണ് നമ്മുടെ അല്ലാതെ എന്നൊരു കഥാപാത്രം അകത്ത് വരുന്നത്. സോ വൈറ്റ് വിഡോ എന്ന കഥാപാത്രം ഇതിനു മുമ്പ് നമ്മളുടെ മിഷൻ ഇമ്പോസിബിൾ ഫ്രാഞ്ചൈസിൽ അപ്പിയർ ആയിട്ടുണ്ടാവും. നമ്മുടെ ജോൺ ലാർക്ക് എന്ന പേരിൽ നമ്മൾ ഈതൻ ഹണ്ട് വരെ പറ്റിച്ചിട്ടുണ്ടാവും. സോ എല്ലാവർക്കും അറിയായിരിക്കും. സോ ഈ കഥാപാത്രത്തിൻ്റെ അടുത്തായിരിക്കും മറ്റൊരു കീ ഉണ്ടാവുക. ആക്ച്വലി ഈ ഒരു കഥാപാത്രമാണ് നമ്മളുടെ ഗ്രേസിനെ ഈതൻ ഹണ്ടിൻ്റെ പിറകെ പറഞ്ഞു വിട്ട് ആ ഈതൻ ഹണ്ടിൻ്റെ കയ്യിലുള്ള ആ ഒരു കീ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടാവുക. സോ എന്തുകൊണ്ട് അലാൻ അത് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ ഒരു കാര്യം കൊണ്ട് എല്ലാ രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സീക്രട്സ് എല്ലാം തന്നെ ഇത് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് സേഫ് ആവണം. സോ അതുകൊണ്ട് ഇവർ ഈ കീനെ സെല്ല് ചെയ്തിട്ട് അതിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കാൻ നോക്കുകയാണ്. പക്ഷേ ആക്ച്വലി നമ്മളുടെ ഹെലനയ്ക്കും അറിയത്തില്ല ആക്ച്വലി എന്താണ് ഈ കീ കൊണ്ട് ഉപയോഗമുള്ളത് എന്നുള്ള കാര്യം ഇവർക്കും അറിയത്തില്ല. സോ ഇപ്പം നമ്മളുടെ കീ നമ്മളുടെ എലിനയ്ക്ക് കൈമാറണം. പക്ഷെ നമ്മളുടെ ഗ്രേസിന് എന്തോ അത്ര ശരിയായിട്ട് തോന്നുന്നില്ല. ചെറിയൊരു ഡിസ്ട്രാക്ഷൻ നമ്മളുടെ ഈതൻ ഹണ്ടിനോട് ക്രിയേറ്റ് ചെയ്യുമ്പം നമ്മളുടെ ഗ്രേസ് ഒക്കെ ആണെങ്കിൽ ഈ ഒരു കീ നമ്മളുടെ ഹെലനയുടെ ബ്രദറിൻ്റെ പോക്കറ്റിൻ്റെ അകത്ത് അവരറിയിടും. സോ ഗ്രേസിനെ ചെക്ക് ചെയ്യാനായിട്ട് കീ ഉണ്ടാവത്തില്ല. സോ ഈ സമയത്ത് നമ്മളുടെ ഹെലന, ഗ്രേസ്, ഈതൻ ഹണ്ട്, എൽസ, ഗബ്രിയേൽ എല്ലാം കൂടെ ചേർന്ന് നമുക്ക് ഇരുന്ന് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഈ ഒരു സമയത്താണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, ഈ പാർട്ടി ആക്ച്വലി ഇപ്പോൾ ഈ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് എൻറ്റിറ്റിയാണ്. യെസ്, ഈ ഒരു കോൺവെർസേഷൻ എൻറ്റിറ്റി നേരത്തെ തന്നെ ഗണിച്ച കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അത് മാത്രമല്ല, ഗബ്രിയേൽ പറയുന്നുണ്ട് എനിക്ക് ഈ ആവശ്യമില്ല, നാളെ എന്തായാലും ഈ എൻ്റെ കയ്യിൽ തന്നെ വരും, ഈ കാര്യം എൻറ്റിറ്റി എൻ്റെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആൻഡ് അത് മാത്രമല്ല, അത് പറഞ്ഞിട്ട് നമ്മളുടെ ഗബ്രിയേൽ ഈതൻ ഹണ്ടിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിനക്ക് പ്രിയപ്പെട്ട 2 സ്ത്രീകൾ, ഒരു സ്ത്രീ ഇന്ന് തന്നെ മരിക്കും, അതാരാണെന്ന് ഇങ്ങനെ ചൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇത് നമ്മളുടെ ഈതൻ ഹണ്ടിനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുത്തും. ആൻഡ് ഇവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാലും നിന്നെയും വെറുതെ വിടില്ല, എൻ്റെ എൻറ്റിറ്റിയും വെറുതെ വിടില്ല എന്ന് പറയും. ആൻഡ് ഈ ഒരു സമയത്ത് നമ്മളുടെ ഗബ്രിയേൽ അവിടെ നിന്ന് പോകാൻ നേരത്ത്
നമ്മളുടെ അലാനയുടെ ആൾക്കാർ തടയാൻ ശ്രമിക്കും. അപ്പോൾ നമ്മളുടെ ഗേബ്രിയൽ പറയും, ഈതൻ ഹണ്ടിൻ്റെ എൻഡ് എന്താണെന്ന് എനിക്കറിയാം, നിനക്കും അതേ അവസ്ഥ തന്നെ വേണമെങ്കിൽ നിനക്ക് തടുക്കാമെന്ന് പറയുന്നുണ്ട്. സോ ഇതിൽ നമുക്ക് ചെറിയ ഭീഷണി ഉള്ളതുകൊണ്ട് തന്നെ നമ്മളുടെ അലന അയാൾ അവിടെ നിന്ന് വിടുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു സമയത്ത് അവിടെ ഒരു ഫൈറ്റ് കിടക്കുന്നു. ഈ ഫൈറ്റിൽ നമ്മളെ ഗ്രേസ് ആ താക്കോൽ എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോകുമ്പോഴേ കാണിക്കുന്നുണ്ട്. ആൻഡ് അതേ സമയത്ത് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഗ്രേസിനെയും അതുപോലെ തന്നെ നമ്മുടെ എൽസയും തിരക്കി നമ്മൾ ഈതൻ ഹണ്ട് ഇവരെ പിറകെ പോകുന്നുണ്ട്. സോ ഇവരെവിടെയാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ബെഞ്ചിയുടെ അടുത്തും ലൂതറിൻ്റെ അടുത്തും ലൊക്കേഷൻ കാണിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. സോ നമ്മളുടെ ബെഞ്ചിയും ലൂതറും സാറ്റലൈറ്റ് ഹാക്ക് ചെയ്ത് വഴി പറയുന്നുണ്ടെങ്കിലും നമ്മുടെ എൻറ്റിറ്റി ഇവരെ ഇടയിൽ കയറിയിട്ട് നമ്മുടെ ബെഞ്ചിയുടെ ആ ഒരു അത് ഹാക്ക് ചെയ്ത് ഈതൻ ഹണ്ടിന് വഴി തെറ്റിച്ച് പറയുന്നുണ്ട്. സോ ഈ സമയത്ത് നമ്മളുടെ ഗ്രേസ് ഓടി ഒരു ബ്രിഡ്ജിൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഗേബ്രിയലിനെ കാണാൻ കഴിയും. ഗേബ്രിയലിനും നമ്മളുടെ ഗ്രേസിനൊരു ഫൈറ്റ് കിടക്കുന്നു. ഈ ഫൈറ്റിൽ ഗേബ്രിയൽ ആക്ച്വലി നമ്മുടെ ഗ്രേസിനെ തോപ്പിക്കും. ആൻഡ് ആ സമയത്ത് എൽസ അവിടെ വരും. എൽസയ്ക്കും ഗേബ്രിയലിനും ഒരു ഫൈറ്റ് കിടക്കും. ആൻഡ് ഇതേ സമയത്ത് നമ്മളുടെ എൻറ്റിറ്റി നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഈതൻ ഹണ്ടിനെ വഴി തെറ്റിച്ച് ഒരു ട്രാപ്പ്, ഒരു ചെറിയൊരു ഗ്യാപ്പ്, ഒരു നാരോ പാസേജ് കൊണ്ടുവരും. ഇവിടെ നമ്മളെ പാരിസ് എന്ന് പറഞ്ഞൊരു നമ്മളുടെ ഗേബ്രിയലിൻ്റെ മെർസണറി ഉണ്ടാവും, ഒരു പെണ്ണുണ്ടാവും. ആ പെണ്ണും നമ്മളുടെ ഈതൻ ഹണ്ട് വെച്ച് ഫൈറ്റ് കിടക്കും. ആൻഡ് ഈ ഫൈറ്റിൽ ആക്ച്വലി നമ്മളുടെ പാരീസിനെ തോപ്പിക്കും, പക്ഷേ കൊല്ലില്ല. നമ്മൾ ഈതൻ അവിടെ നിന്ന് പോകും. ആൻഡ് നമ്മളെ ഈതൻ ഹണ്ട് ഓടി അവിടെ എത്തും മുമ്പ് നമ്മുടെ എൽസയെ നോക്കിയാണെങ്കിൽ ഗേബ്രിയൽ കൊന്നിട്ട് അവിടെ നിന്ന് പോകും പോലെ കാണിച്ചിട്ടുണ്ടാവും. ആൻഡ് എൽസ ഇതിൽ മരിച്ചിട്ടുണ്ടാവും. ഒരു പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ് തന്നെയായിരിക്കും വെച്ചിട്ടുണ്ടാവും അവിടെ. ഇപ്പോൾ എൽസ മരിച്ചുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു വിഷമത്തിലായിരിക്കും. പക്ഷേ അത് മാത്രമല്ല, ഇപ്പോൾ ആ കീ കണ്ടുപിടിച്ചേ പറ്റും. അത് മാത്രമല്ല, ഈ കീ മാത്രം കണ്ടുപിടിച്ചാൽ പോരാ, ഈ കീ ആരാണ് ബൈ ചെയ്യാൻ പോകുന്നത്. കാരണം ഈ ബയ്യറിനെ കണ്ടുപിടിച്ചാൽ മാത്രമേ ഇതിൻ്റെ സോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഈ ഒരു സമയത്ത് നമ്മൾ ഗ്രേസിന് ഒരു ഓപ്ഷൻ കൊടുക്കും. കാരണം ഇപ്പോൾ ഗ്രേസിന് രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്ന്, ഗ്രേസിനെ അതിന് കൊല്ലും, ഇല്ലെങ്കിൽ ഗ്രേസിനെ പോലീസ് പിടിക്കും. കാരണം ഗ്രേസിൻ്റെ പേരിൽ അത്രയും ക്രിമിനൽ റെക്കോർഡ്സും ഉണ്ട്. സോ മൂന്നാമതൊരു ഓപ്ഷൻ നമ്മൾ ഈതൻ ഹണ്ട് കൊടുക്കും, നീ IMF ജോയിൻ ചെയ്യുക. അപ്പോൾ അവിടെയുള്ള ലൂതർ പറയും, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനൊരു അവസരം കിട്ടിയിട്ടുണ്ട്. സോ ഞങ്ങളെല്ലാവരും IMF ചൂസ് ചെയ്തു. സോ ഞങ്ങളിപ്പോൾ രാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നു, നിനക്ക് ആ ഒരു ചോയ്സേ ഉള്ളൂ എന്ന് പറയുന്നു. സോ ഇവിടെ എന്ത് പ്ലാൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മളുടെ അലാനയുടെ ആ ഒരു മാസ്ക് ക്രിയേറ്റ് ചെയ്ത് അത് നമ്മളുടെ ഗ്രേസിന് ഇട്ടിട്ട് അലാനയുടെ പ്ലേസിൽ പോയിട്ട് ഈ 2 കീയും കൂടെ ബയ്യറിന് വിൽക്കുക. സോ അപ്പോൾ ഇവർക്ക് ബയ്യർ ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് ആ ബയ്യറിനെ ഫോളോ ചെയ്ത് പോയാൽ അയാൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ആ ലൊക്കേഷൻ ഇവർക്ക് കിട്ടും എന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. ആൻഡ് നമ്മൾ ഈതൻ ഹണ്ട് നോക്കുകയാണെങ്കിൽ അലാനയുടെ ബ്രദറിൻ്റെ ആ ഒരു മാസ്ക് ഇട്ടിട്ട് പോകുമെന്ന് പ്ലാൻ ചെയ്യും. ആൻഡ് ആൾറെഡി നമ്മുടെ അലാനയുടെ മാസ്ക് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഗ്രേസ് ആക്ച്വലി ആ ട്രെയിനിൻ്റെ അത് കയറിയിട്ടുണ്ടാവും. അലാനയുടെ കമ്പാർട്ട്മെൻറ്റിൽ ഒളിച്ചിരിക്കും. ആൻഡ് നമ്മുടെ ഈതൻ ഹണ്ടിന് ആക്ച്വലി ഇത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആ മാസ്ക് ക്രിയേറ്റ് ചെയ്ത മിഷൻ ഡാമേജ് ആവും. സോ ഇപ്പോൾ നമ്മളുടെ ഈതൻ ഹണ്ട് നോക്കുകയാണെങ്കിൽ ഒരു ബൈക്കിൽ ട്രെയിനിനെ ചേസ് ചെയ്ത് ട്രെയിൻ എവിടെയെങ്കിലും സ്ലോ ആകുമ്പോൾ അവിടെ കയറാമെന്ന് വിചാരിക്കും. സോ ഈ സമയത്ത് നമ്മളുടെ ഗ്രേസ് അലാനയുടെ മാസ്ക് ഇട്ടിട്ട് അവിടെ ഇരിക്കും. അലാന അവിടെ വരാൻ നേരത്ത് ഒറിജിനൽ അലാനെ അടിച്ചിട്ടിട്ട് അവരെ ബോധം കെടുത്തിയിട്ട് നമ്മളുടെ ഗ്രേസ് ആ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടാവും. ആൻഡ് ഇപ്പം നമ്മളുടെ ഗ്രേസിൻ്റെ അടുത്ത്, അതായത് ഗ്രേസിൻ്റെ അലാനയുടെ മാസ്കിൽ ഗ്രീസിൻ്റെ അടുത്ത് 2 കീയും ആക്ച്വലി അവരെ കയ്യിലുണ്ട്. ആൻഡ് ഇപ്പോൾ ആ കീ സെല്ല് ചെയ്യാൻ പോകുന്നുണ്ട്. ആ സെല്ല് ചെയ്യാൻ പോകുന്ന വേറെ ആരുമല്ല, നമ്മുടെ IMFൻ്റെ ചീഫിനാണ് ഈ ഒരു കീ കൊടുക്കാൻ പോകുന്നത്. യെസ്, ഇത്ര നാൾ ഈ അലാനയെ ക്രിയേറ്റ് ചെയ്തും ഈ ഒരു സാധനം എല്ലാം ഉണ്ടാക്കിയത് ആക്ച്വലി IMFൻ്റെ ചീഫ് തന്നെയാണ്. ഈ ഒരു എൻറ്റിറ്റിയുടെ കൺട്രോൾ എടുക്കാൻ വേണ്ടി അദ്ദേഹം തന്നെയാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. സോ ഈ ഒരു സമയത്ത് നമ്മളുടെ ഗ്രേസ്, അതായത് നമ്മളുടെ അലാനയുടെ രൂപത്തിലുള്ള ഗ്രേസ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് കീ തരാം, പക്ഷേ നിങ്ങൾക്ക് സഹായം ചെയ്യണം. ഗ്രേസിനൊരു പെൺകുട്ടിയാണ് ഈ ഒരു താക്കോൽ, ഈ ഒരു കീ എടുത്തുകൊണ്ട് വന്നത്. സോ അവളെ സേഫ് ആക്കണം, അതിനുവേണ്ടി അവൾക്കൊരു പുതിയൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. IMF ചീഫ് ഓക്കെന്ന് പറയുന്നുണ്ട്. ആൻഡ് അതിനുശേഷം ആ ഒരു എമൗണ്ടും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഗ്രേസും ഒക്കെ ആണെങ്കിൽ ഗ്രേസിൻ്റെ അക്കൗണ്ടാണ് ആക്ച്വലി അടിക്കുന്നത്. ഏകദേശം വലിയൊരു എമൗണ്ടാണ്. ആ എമൗണ്ട് ഇവർ അക്കൗണ്ടിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ കാണിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു സമയത്ത് നമ്മുടെ ഈതൻ ഹണ്ട് ഒക്കെ ആണെങ്കിൽ ആ ഒരു ട്രെയിനിൽ കയറാൻ വേണ്ടി ബൈക്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു സമയത്ത് നമ്മുടെ ഗേബ്രിയലിൻ്റെ ആ ഒരു ഹിറ്റ്മാൻ, പാരിസ് എന്ന് പറയുന്ന ആ ഒരു ഹിറ്റ്മാൻ ലേഡിയും കൂടെ ആ ട്രെയിനിൽ വന്ന ട്രെയിനിൻ്റെ ലോക്കോ പൈലറ്റിനെ അടിച്ചിട്ട് ആ ട്രെയിനിൻ്റെ ബ്രേക്കിനെയും കട്ട് ചെയ്ത് വിടുന്നുണ്ട്. സോ ഇപ്പോൾ ട്രെയിൻ വളരെ സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ആർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. സോ ഇപ്പോൾ നമ്മളുടെ ഈതൻ ഹണ്ടിന് ആ ട്രെയിൻ മിസ്സാവും. സോ ഇപ്പോൾ ബെഞ്ചി വിളിക്കും. ബെഞ്ചി പറയും, നീ ഒറ്റ വഴിയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ കുന്നിൻ്റെ ഏറ്റവും ടോപ്പിൽ പോയിട്ട് അവിടെ നിന്ന് ചാടി പാരച്യൂട്ട് ഉപയോഗിച്ച് ട്രെയിനിൽ പോകാൻ പറയും. അപ്പോൾ ഇവിടെ വെച്ചായിരിക്കും ഗ്രേറ്റസ്റ്റ് ജമ്പ് വന്നിട്ടുണ്ടാവുക. ഒരു അടിപൊളി സീക്വൻസ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു റിയൽ ടൈമിൽ ചെയ്തൊരു സാധനമാണ്. 5-8 ടേക്ക് എടുത്തിട്ടാണ് ആ ഒരു ഇത് ചെയ്തിരിക്കുന്നത്. അടിപൊളി സീനായിരിക്കും. ആൻഡ് ഇവിടെ ആ ഒരു മൗണ്ടിന് കൂടെ വന്ന് നമ്മുടെ ഈതൻ ഹണ്ട് ചാടും പോലെ കാണിച്ചിട്ടുണ്ടാവും. ആൻഡ് ഇവിടെ ഈ ഒരു സീനിൽ നമ്മളുടെ ഗ്രേസിന് പെട്ടെന്നൊരു ഇതുണ്ടാകും. കാരണം നമ്മൾ ഇത്രയും വലിയ ക്രൂരത കാണിക്കേണ്ടതുണ്ടോ? കാരണം ഈ ഒരു കീ ആ തെറ്റായുള്ള കൈ പോവുകയാണെങ്കിൽ ലോകം തന്നെ ഇതാവും. സോ
അതുകൊണ്ട് ഗ്രേസ് പറയും, അതായത് നമ്മുടെ എലാനയുടെ മാസ്ക് ഇട്ട് ഗ്രേസ് പറയും എനിക്ക് പൈസ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് കീ അയാൾ കൊടുത്തിട്ട് പോകും. പോണ വഴിക്ക് തന്നെ കൊടുത്താക്കി പതുക്കെ നമ്മൾ ഗ്രേസ് അടിച്ചു മാറ്റി അവിടെ നിന്ന് പോകാൻ നേരത്ത് നമ്മൾ ഒറിജിനൽ എല്ലാം അവിടെ നിന്ന് വരികയും ഇവർക്കിപ്പോൾ കാര്യം മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. സോ ഇപ്പോഴാണ് അവരെ കീ മിസ്സായ കാര്യം മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ ഗ്രേസിനെ പിന്തുടർന്ന് എല്ലാവരും വരുന്നുണ്ട്. ആൻഡ് ഈ ഒരു സമയത്ത് നമ്മളെ ഗ്രേസിനെ ഷൂട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മളെ ഈതൻ ഹണ്ട് ഒക്കെ ആണെങ്കിൽ ആ ട്രെയിനിൻ്റെ കതവ് ബ്രേക്ക് ചെയ്ത് പാരച്യൂട്ട് വഴി ഉള്ളിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു സമയത്ത് ആ കീ നോക്കുകയാണെങ്കിൽ തെറിച്ചു പോയി നമ്മളെ ഗേബ്രിയലിൻ്റെ കൈ കിട്ടുന്നുണ്ട്. ആൻഡ് ഇതേ സമയത്ത് നമ്മളുടെ ഈതൻ ഹണ്ടിനെ പിടിക്കാനുള്ള പോലീസുകാർ അവിടെ വരുന്നുണ്ട്. ആ പോലീസുകാർ ആക്ച്വലി നമ്മുടെ IMFൻ്റെ ചീഫിനെ കാണുന്നുണ്ട്. സോ അയാൾ പറയും നിങ്ങൾ എന്നെ ഇവിടെ കണ്ടിട്ടേ ഇല്ല എന്ന് പറയുന്നുണ്ട്. ആൻഡ് അതേ സമയത്ത് തന്നെ നമ്മളുടെ ഗേബ്രിയലിനെ കാണാൻ വേണ്ടി നമ്മളുടെ നേരത്തെ ഡിഫൻസ് സെക്രട്ടറി വന്നിട്ടുണ്ടാവും. സോ ഈ ഡിഫൻസ് സെക്രട്ടറിയും ഗേബ്രിയലും ഒരു ഡീൽ ഇട്ടുണ്ടാവും. എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇതിന് മുമ്പ് AI രോഗ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആക്ച്വലി ആ AI രോഗാവാൻ കാരണം ഈ ഡിഫൻസ് സെക്രട്ടറി ഈ റഷ്യയുടെ ഈ ഒരു സബ്മറൈൻ്റെ ഡിഫൻസ് പൊളിക്കാൻ വേണ്ടി അതിലൊരു വൈറസിനെ കയറ്റിയിട്ടുണ്ടാകും. ആ വൈറസ് കയറിയതിന് ശേഷമാണ് ഈ ഒരു AI നോക്കുകയാണെങ്കിൽ രോഗമായിട്ട് മാറിയിട്ടുണ്ടാവുക. സോ ഈ കാര്യം പുറത്തറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇയാളുടെ പണി പോകും. കാരണം ഇത് വേൾഡ് സെക്യൂരിറ്റിയെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. സോ എല്ലാവർക്കും മുമ്പേ ഇയാൾക്ക് ആ ഒരു സ്ഥലത്ത് പോയി ഡീആക്ടിവേറ്റ് ചെയ്യണം. സോ ഈ ഒരു കാര്യം, ഈ ഒരു സ്ഥലം എവിടെയാണെന്നും ഈ ഷിപ്പ് എവിടെയാണെന്നും ഈ ഒരു സബ്മറൈൻ എവിടെയെന്നുള്ള കാര്യമൊക്കെ ഈ സെക്രട്ടറിക്ക് അറിയാം. സോ ഈ ഒരു കാര്യം അയാൾക്ക് മാത്രമല്ല, ഇത് പറയുമ്പോൾ തന്നെ നമ്മളെ ഗേബ്രിയൽ അയാളെ കൊല്ലും. കാരണം ഗേബ്രിയലിന് ഈ ഒരു എൻറ്റിറ്റിയുടെ കൺട്രോൾ എടുക്കണമെന്നാണ് ആഗ്രഹം. കാരണം ആ ഫുൾ കൺട്രോൾ ഇയാളുടെ കയ്യിലാണ് ഗേബ്രിയലിൻ്റെ ആഗ്രഹം. ആൻഡ് ഇതറിയാവുന്ന പാരിസ് ആ നേരത്തെ നമ്മളുടെ ഈതൻ ഹണ്ട് കൊല്ലാത്തൊരു അസാസിൻ ഉണ്ടാവും. ആ അസാസിനെ നോക്കുകയാണെങ്കിൽ കൊന്നിട്ട് പോകും, കുത്തിയിട്ട് പോകും. കാരണം ഈതൻ ഹണ്ട് നിന്നെ രക്ഷിച്ചു, കാരണം നീ എന്തെങ്കിലും ഒരു കാലം അവന് വേണ്ടി വർക്ക് ചെയ്യും. സോ കുത്തിയിട്ട് പോകും, പക്ഷേ അവൾ മരിക്കത്തില്ല. ആൻഡ് ഈ ഒരു സമയത്ത് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഈതൻ ഹണ്ട് നമ്മളുടെ ഈതൻ ഹണ്ട് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഗേബ്രിയലിനെ പിടിക്കാൻ വേണ്ടി ട്രെയിനിൻ്റെ മേളിൽ പോയി ഫൈറ്റ് നടക്കും. വലിയൊരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കും. ആൻഡ് ഈ ഒരു സമയത്ത് നമ്മളുടെ ഗേബ്രിയലിൻ്റെ കീയും ഉണ്ട്. ആൻഡ് ഒരു സമയത്ത് നമ്മളെ ഗേബ്രിയലിനെ കൊല്ലാൻ വേണ്ടിയും വരും. സോ ആ സമയത്തായിരിക്കും ലൂതർ പറഞ്ഞൊരു കാര്യം ഓർമ്മ വരിക. കാരണം ലൂതർ ആക്ച്വലി ഈ ഓപ്പറേഷനിൽ ഇവിടെ കാണത്തില്ല. കാരണം ഇതിനു മുമ്പ് നമ്മളുടെ ലൂതർ ആ ഒരു സാറ്റലൈറ്റ് വെച്ച് വഴി പറയാൻ നേരത്ത് നമ്മളുടെ ലൂതറിൻ്റെ ഹാർഡ്വെയറിൻ്റെ അകത്ത് നമ്മളുടെ എൻറ്റിറ്റിയുടെ ചെറിയ കുറച്ച് പാർട്ട് ബ്ലോക്ക് ആയിട്ടുണ്ടാകും. സോ ഇത് വെച്ച് എൻറ്റിറ്റിയെ പിടിക്കാൻ വേണ്ടിയിട്ട് ലൂതർ പറയും ഇതുവരെ ഒരാൾക്കും ട്രേസ് ചെയ്യാൻ പറ്റാത്ത ഇലക്ട്രോണിക് ട്രേസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് പോയിരുന്ന് ഞാൻ എൻറ്റിറ്റിയെ പിടിക്കാനുള്ളൊരു കോഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വരാമെന്ന് പറയും. അത് മാത്രമല്ല, നീ ഒരിക്കലും ഗേബ്രിയലിനെ കൊല്ലാൻ പാടില്ല. നീ ഗേബ്രിയലിനെ കൊന്ന ഈ ഒരു കീ എന്ത് അൺലോക്ക് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റില്ല. ഗേബ്രിയൽ നിന്നെ കൊന്നാൽ എൻറ്റിറ്റി ആരും കൊല്ലത്തില്ല. സോ ഇതിൽ എന്ത് സംഭവിച്ചാലും എൻറ്റിറ്റി ജയിക്കും പോലെ ആയിപ്പോവും. നീ എല്ലാത്തിനും മേളിലേക്കണമെന്ന് പറയും. സോ ഇവിടെ നമ്മളുടെ ഗേബ്രിയലിനെ നമ്മൾ ഈതൻ ഹണ്ട് കൊല്ലത്തില്ല. ആൻഡ് ഈ ഒരു സമയത്ത് നമ്മൾ ഗേബ്രിയൽ രക്ഷപ്പെട്ടും പോകുന്നുണ്ട്. ഇതിനു മുമ്പ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ നമ്മുടെ ഗേബ്രിയൽ നോക്കുകയാണെങ്കിൽ ആ ഒരു ട്രെയിൻ പോകുന്ന പാലത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടാവും. സോ ഇപ്പോൾ നമ്മൾ ഓഫീസേഴ്സിൻ്റെ പറയും ഞാൻ പറയുന്ന പോലെ കേട്ടാൽ ഇവിടെ രക്ഷപ്പെടുമെന്ന് പറയുന്നുണ്ട്. സോ ഇതിന് ശേഷം നമ്മളുടെ ഓഫീസറെല്ലാം പോയിട്ട് ആ ട്രെയിനിലുള്ള ആൾക്കാരെയൊക്കെ ഫ്രണ്ടിലോട്ട് നീക്കാൻ നേരത്ത് നമ്മളുടെ ഗ്രേസും ഈതൻ ഹണ്ടും കൂടെ ചേർന്നിട്ട് നമ്മളുടെ ആ എൻജിൻ ബോഗി സെപ്പറേറ്റ് ആയിട്ട് ഇത് ചെയ്ത് വിടും. പക്ഷേ എങ്കിലും ട്രെയിൻ നിൽക്കത്തില്ല. ഇവർ കഷ്ടപ്പെട്ട ട്രെയിനിൻ്റെ ബോഗിയെല്ലാം വലിഞ്ഞ് കയറി ഒരുവിധം രക്ഷപ്പെട്ട് നിൽക്കും. ആൻഡ് ഈ ഒരു സമയത്താണ് നോക്കുന്നത് ആക്ച്വലി ഗേബ്രിയലിൻ്റെ കയ്യിൽ താക്കോൽ ഉണ്ടാവത്തില്ല. അത് നമ്മളുടെ ഈതൻ ഹണ്ട് ആ ഫൈറ്റ് സമയത്ത് തന്നെ എടുത്തിട്ടുണ്ടാവും. സോ ഇവിടെ നമ്മളെ ഗേബ്രിയൽ ഫ്രസ്ട്രേഷൻ ആകുമ്പോൾ കാണിച്ച് നിർത്തിയിട്ടുണ്ടാവും. ആൻഡ് ഈ ഒരു സമയത്ത് നമ്മളുടെ ഈതൻ ഹണ്ട് കയ്യിൽ 2 കീയും കിട്ടിയിട്ടും ഉണ്ടാവും. ആൻഡ് ഈതൻ ഹണ്ടിന് ഇവിടെ നിന്ന് ആക്ച്വലി പോയാൽ മാത്രമേ ഈ ഒരു സ്ഥലം എവിടെയാണെന്ന് കണ്ടുപിടിച്ച് ഡീആക്ടിവേറ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ആൻഡ് ഇപ്പോൾ നമ്മളുടെ ഗ്രേസ് ആ ട്രെയിനിൽ തന്നെ നിന്നിട്ട് നമ്മളുടെ ഈതൻ ഹണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുമ്പോൾ നമ്മളുടെ IMFൻ്റെ ചീഫ് വരാൻ നേരത്ത് പറയും ഞാൻ ഈതൻ ഹണ്ട് എനിക്കൊരു ഓപ്ഷൻ തന്നു, ഞാൻ അത് ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവർ IMF ജോയിൻ പോലെ കാണിച്ചിട്ടുണ്ടാകും. ഇപ്പം നമ്മളുടെ ഈതൻ ഹണ്ടും അതുപോലെ നമ്മളെ ബെഞ്ചിയും കൂടെ ഇതിനെ അന്വേഷിച്ച് പോകുന്നിടത്തായിരിക്കും സിനിമ തീർന്നിട്ടുണ്ടാവുക. സോ ഇതിനെ ബേസ് ചെയ്ത് ഈ പടം ഒരു കംപ്ലീറ്റ് ആയിട്ട് തോന്നത്തില്ല. ഇതിൻ്റെ അടുത്ത പാർട്ടും കൂടെ വന്നാലേ നിങ്ങൾ ആക്ച്വലി കണ്ടിട്ടുണ്ടാവും ദ ഫൈനൽ റെക്കണിങ്, അതിൻ്റെ കംപ്ലീറ്റ് പോർഷൻ കാണിച്ചിട്ടുണ്ടാവും. സോ എത്ര പേർക്ക് ഈ ഒരു പടം ഇഷ്ടമാണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് മറ്റൊരു ദിവസം മറ്റൊരു കാണാം. അതുവരെയും ദിസ് വിഷ്ണു സൈനിങ് ഓഫ്.